നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചയിൽ എന്നും കടുവ കാഴ്ചകൾ ഉണ്ടാകണം നിർബന്ധമില്ല. എന്നാൽ കടുവ കാഴ്ചകൾ നമുക്ക് മുമ്പിൽ എത്തുമ്പോൾ ആ കാഴ്ചകൾ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം നമുക്ക് മുന്നിൽ എത്തുന്നവയാണ്. ഇത്തവണ കടുവയെ കാത്ത് അലാം കോഡുകൾ നോക്കി നിൽക്കുമ്പോൾ കടുവ ഇന്ന വഴി വരുമെന്നുള്ള കണക്കൂട്ടലിലാണ് എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. എല്ലാം ക്യാമറ കൈ പിടിച്ച് നിന്ന ആളുകളാണ്. എന്നാൽ ആ കടുവയെ നോക്കി നമ്മുടെ കണക്കൂട്ടലെ തെറ്റിച്ചുകൊണ്ട് നമുക്ക് പുറയിൽ കൂടെ കടുവ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ദിനത്തിലാണ്. ഈ ദിനങ്ങളിലെല്ലാം കടുവ കാഴ്ചകൾ അനവധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദിനത്തിൽ ഒരു ചെറിയ കാഴ്ചകൾ സമ്മാനിച്ച് നമുക്ക് മുന്നിൽ കൂടെ കടന്നു പോകുന്ന ആ കടുവയുടെ ദൃശ്യങ്ങളും കൊമ്പനാനയുടെയും മയിലിൻ്റെയും മാനിൻ്റെയും എല്ലാം ദൃശ്യങ്ങളുമായി വീണ്ടും MT നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുമ്പോൾ ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. അവിടെ സൈഡിലുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ യാത്രയാണ്. ഇന്ന് ഈ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലെത്തുമ്പോൾ ഞാൻ വീണ്ടും ഈ കാട് കയറിയിട്ടുണ്ടാവും. അതിരാവിലെ തന്നെ കബനി സഫാരി പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റുകൾ ഭദ്രമായിരുന്നു. ചുറ്റും കിളികളുടെ ശബ്ദം. ഇവിടെ സഫാരിക്ക് എത്തുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് തന്നെ വരിക. കാരണം ഇത് കബനി സഫാരിയാണ്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക എന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രം പരീക്ഷിക്കുക. കാരണം ഇവിടെ എല്ലാ വണ്ടികളും എന്നും ഫുള്ളാണ്. നാഗറുള്ള സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പല ഓൺലൈൻ സൈറ്റുകളും നിങ്ങൾക്ക് മുമ്പിൽ കാണുവാൻ സാധ്യതയുണ്ട്. പണം പോകുവാനും ഇടയുണ്ട്. ആനയും കടുവയുമുള്ള ലോഗോയുള്ള സൈറ്റാണ് നാഗറുള്ള ടൈഗർ റിസർവിൻ്റേത്. www.tickets.nagarulatigerreserve.com എന്ന സൈറ്റിൽ മാത്രം കയറി ബുക്ക് ചെയ്യുക. ബസ് സഫാരിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. പുതിയ ബസ് 6 മണിക്കും പഴയ ബസ് 6:30 രാവിലെ പുറപ്പെടുന്നത്. വൈകുന്നേരം 3 മണിക്ക് പുതിയ ബസ്സും 3:30 പഴയ ബസ്സും പുറപ്പെടും. സഫാരി ടൈം 3 മണിക്കൂർ പുതിയ ബസ്സും 2.5 മണിക്കൂർ പഴയ ബസ്സുമാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയക്രമീകരണത്തിലുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ സഫാരികൾ ഉണ്ടോ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നിരാശപ്പെടുത്താത്ത കമ്പനിയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിലേക്ക് അലിഞ്ഞു പോകും. കാഴ്ചയിൽ മയിലും മങ്കൂസും സർപ്പൻ്റീകളും കറുത്ത മരംകൊത്തിയും എല്ലാം കാഴ്ചയിൽ തന്നെയുണ്ട്. വണ്ടി ഓടിയെത്തുമ്പോൾ കൊമ്പനൊന്ന് മുന്നിൽ, തൊട്ടടുത്ത് ക്രസ്റ്റഡ് ഹോക്കികളും ലെങ്കൂറും എല്ലാം ഉണ്ട്. കൊമ്പൻ വിശാലമായി നിൽക്കുകയാണ്. ഉണങ്ങിയ പുല്ലുകളും മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന ചെടികളും അതിനടിയിലുള്ള കിഴങ്ങുകളും വേരുകളുമാണ് അവൻ്റെ ഈ സീസണിലെ ഭക്ഷണം. കൊമ്പൻ നിൽക്കുന്നത് നമുക്ക് താഴെയായിയാണ്. MM റോഡിലെ ഈ കാഴ്ചകളെല്ലാം അങ്ങനെയാണ്. നമ്മൾ മുകളിലും ജീവികൾ താഴെയും. കാടിന് മുകളിൽ കൂടിയാണ് ഇവിടുത്തെ എല്ലാ വഴികളും. കബനിയിൽ എത്തുന്നവർക്ക് കാഴ്ചകൾക്ക് ഗ്യാരണ്ടി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ MM റോഡ്. മണ്ണും മരവും പുല്ലും ആനയ്ക്കും പ്രകൃതിക്കുമെല്ലാം ഒരേ നിറമാണ്. എങ്കിലും കാഴ്ചയ്ക്ക് ഒരു മടുപ്പുമില്ല എന്ന് പറയാതെ പറ്റില്ല. പച്ചപ്പ് നിൽക്കുന്ന കബനിയെ പകർത്തുന്ന മനോഹരമാണ്. എന്നാൽ പച്ചപ്പിൽ ഒളിച്ചിരിക്കുന്ന കബനിയുടെ വന്യജീവി കാഴ്ചകൾ പകർത്തുക
കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാഴ്ചകൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാലോ അത് പൊളിക്കുകയും ചെയ്യും. തൊട്ടടുത്തായി ലങ്കൂറിൻ്റെ കാഴ്ചകൾ കൊമ്പൻ്റെ കാഴ്ചയും മാറി മാറി പകർത്തുമ്പോൾ നമുക്ക് കുറച്ച് മുന്നിലായി എവിടെയോ അലാം കോൾ മുഴങ്ങുന്നു. എന്നാൽ കൊമ്പനെ വിട്ടിട്ട് പോകുവാൻ നമ്മുടെ സാരഥി തയ്യാറായില്ല. കാരണം അതൊരു ഫേക്ക് അലാം കോൾ ആണോ എന്ന് നമ്മൾ സംശയിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഞങ്ങളെല്ലാം തന്നെ വീണ്ടും അലാം കോളിനായി കാത്തിരുന്ന് കൊമ്പനെയും പകർത്തിക്കൊണ്ടിരുന്നു. നമുക്ക് മുന്നിലുള്ള കൊമ്പൻ മുകളിലുള്ളൊരു ചെടി കുത്തി ഇളക്കുന്നു. ഇളക്കുന്നതിനിടയിൽ തന്നെ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. മുന്നിൽ കൊമ്പ് കുത്തി ഉറങ്ങുന്ന കൊമ്പനാന അതൊരു ഭാഗ്യ കാഴ്ച തന്നെയാണ്. കാട്ടിലെ വന്യജീവികളുടെ പല ഭാഗങ്ങളിൽ ഒന്നാണിത്. കൊമ്പൻ ഇടയ്ക്ക് ഉറക്കത്തിൽ തുമ്പിക്ക് ഒന്ന് കറക്കി പുല്ല് ഇളക്കുന്നുമുണ്ട്. അത് ഉറക്കത്തിൽ തന്നെയാണ് എന്നതാണ്. ആ നിൽപ്പ് തുടർന്ന് കുറേ സമയം അവൻ അങ്ങനെ നിന്നു. കൊമ്പൻ്റെ കൊമ്പ് കുത്തി ഉറക്കം അവസാനിച്ചപ്പോൾ തുമ്പിക്കൈയിൽ ആ ചെടിയും പറിച്ചെടുത്തിരുന്നു. പിന്നെ നിലത്തിട്ട് തട്ടിക്കുടഞ്ഞു. പിന്നെ മുൻകാലിലൊന്ന് തട്ടി. പിന്നെ ഒറ്റ കഴിപ്പായിരുന്നു. അവൻ്റെ കണ്ണുകളിലെയും കൊമ്പുകളുടെയും ഭീകരത തൊട്ടടുത്ത് കാണുമ്പോൾ കാടിൻ്റെ വന്യതയുടെ മൂർത്തിമത് ഭാവമായിരുന്നു അത്. ഈ സമയം നിലവിളി എന്ന പോലെ അടുത്ത അലാം കോൾ മുഴങ്ങി. പിന്നെ ഒട്ടും താമസിച്ചില്ല. അമാന്തിക്കാതെ വണ്ടി നേരെ മറ്റൊരു വശത്തേക്ക് വണ്ടി പായിച്ചു. വണ്ടി കറങ്ങി തിരിഞ്ഞ് എം റോഡിൻ്റെ മറ്റൊരു വശത്തോട് ചെല്ലുമ്പോൾ മുന്നിൽ വണ്ടികളുടെ നീണ്ട നിര. നെഞ്ചിടിപ്പോടെ കടുവ കാഴ്ചകൾ എന്ന് കരുതി ചെല്ലുമ്പോൾ JLR വണ്ടിക്കാർ പറഞ്ഞു, കടുവ എന്ന് തോന്നുന്നു. അലാം കോൾ കേട്ട് നിർത്തിയതാണ് എല്ലാവരും. ടെമ്പിൾ ടാങ്ക് സൈഡിൽ നിന്ന് ഒരു കടുവ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ വരാൻ സാധ്യതയുണ്ട്. വണ്ടികളുടെ നീണ്ട നിര നിൽക്കുമ്പോൾ നമ്മുടെ സാരഥി വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുത്തു. കുറച്ച് മാറിയായി കാത്തു കിടന്നു. ചെവി വട്ടം പിടിച്ച് ആ ജീവിക്കായി കാത്ത് നമ്മളിരുന്നു. നമ്മുടെ വണ്ടിയെ കടന്ന് കബനിയിൽ ഒരു ജീപ്പ് ഡ്രൈവർ മാത്രമായി നമ്മളോട് സംസാരിച്ച് മുന്നോട്ട് പോയി. തൊട്ടടുത്ത് നിന്ന് വീണ്ടും അലാം കോൾ. ആ ശബ്ദത്തിലെ പേടിയിലുണ്ട് ടൈഗർ മുന്നിലുണ്ട് എന്ന്. ബോഗി ടൈഗർ എന്ന് പറയുന്ന ആ താമസം ബോഗി വണ്ടി പുറകോട്ടെടുത്തു. പക്ഷെ പുറകിൽ പോയ ജീപ്പും ബസ്സും എല്ലാം നമുക്ക് തടസ്സമായി. നമ്മോട് സംസാരിച്ചു പോയ ജീപ്പുകാരന് തൊട്ടു മുന്നിൽ കൂടെ കടുവ കടന്നു വരുന്ന കാഴ്ച കാണുവാനിടയുണ്ട്. നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് കടുവ കടന്നു. നമ്മളോട് സംസാരിച്ചു പോയ ജീപ്പുകാരൻ്റെ തൊട്ടു മുന്നിൽ കൂടി കടുവ കടന്നു വരുന്നു. നമ്മുടെ കണ്ണിന് മാത്രം കാഴ്ചയായി. അത് പതിയെ മറുവശം കടക്കാൻ ഒരുങ്ങുകയാണ്. ജീപ്പിന് മുന്നിൽ തലയെടുത്തൊന്ന് നിന്നു.
നമുക്ക് കിട്ടുന്ന ആ ഭാഗ്യം, പ്രത്യേകിച്ച് പറയട്ടെ, നമുക്ക് എന്നും കിട്ടുന്ന ആ ഭാഗ്യം ഇന്ന് കിട്ടിയിരിക്കുന്ന ആ ജീപ്പുകാരന് തൊട്ട് മുന്നിലുള്ള വണ്ടിക്കും മാത്രമാണ്. ആ ഭാഗ്യക്കാഴ്ച ഇന്ന് ജീപ്പുകാരനാണ്. പുറകോട്ട് വണ്ടിയെടുക്കാൻ ഒരു ലക്ഷ്യവുമില്ല. ക്യാമറയുമായി മറുവശത്തെത്തി കാഴ്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ കടുവ വഴി കടന്ന് ഫയർ ലൈനിന് മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിവഴി ചാടി മറുവശത്തേക്ക് കടക്കാൻ ഒരുങ്ങുകയായിരുന്നു. പിന്നെ കാലുകൾ നീട്ടിവെച്ച് മരങ്ങൾക്കിടയിൽ കൂടെ അത് കടന്നു പോകുന്ന ദൂരക്കാഴ്ച വണ്ടിയിൽ തൂങ്ങി കിടന്ന് പറത്തുമ്പോൾ മനസ്സൊന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് അവൻ്റെ ദിവസമാണ്. ആ ജീപ്പുകാരൻ്റെ അവൻ്റെ മുന്നിൽ കൂടെ ഒരു കിടിലൻ ഷോ നടത്തിയിട്ടാണ് കബനിയുടെ ആ റോയൽ ഭംഗി നിരാശപ്പെടുത്താതെ കടന്നുപോയത്. ഭാഗ്യക്കാഴ്ച ഈ യാത്രയിൽ അനവധി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പോടെ സന്തോഷത്തോടെ പറയും, നിരാശപ്പെടുത്താത്ത കബനിയിൽ ഈ ദിവസവും കടന്നു പോവുകയാണ്. ഈ ദിവസത്തെ അനവധി കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാനുണ്ട്. ഇന്ന് കബനിയിൽ നിന്നും മടങ്ങുകയാണ്. തുടർന്നുള്ള കാഴ്ചകൾ കാണിച്ച് നിങ്ങളുടെ സമയം കവരുന്നില്ല. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്കായി പുതിയ കാഴ്ചകൾക്കായി ഞാൻ കാട് കയറിയിട്ടുണ്ടാവും. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.